മഹാനായ സോക്രട്ടീസിനോട് ഒരിക്കൽ ഒരു പയ്യൻ ചോദിച്ചു, വിജയത്തിൻ്റെ രഹസ്യമൊന്ന് പറഞ്ഞു തരൂ. സോക്രട്ടീസ് പറഞ്ഞു, നാളെ അതിരാവിലെ നീ നദിക്കരയിലേക്ക് വാ. അങ്ങനെ ഈ കുട്ടി വിജയത്തിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി അതിരാവിലെ എണീറ്റ് നദിക്കരയിലേക്ക് ചെന്നു. പിന്നെ ആൽക്കമിസ്റ്റിൽ പൗലോ കൗലോ പറഞ്ഞത്, നമുക്ക് വിജയിക്കാൻ തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഈ ലോകം മൊത്തം നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നുള്ളതാണ്. നമ്മൾ ഉള്ളിൽ നിർജ്ജീവമായി കിടക്കുന്ന ശക്തികൾ, വാസനകൾ, ടാലൻസിനൊക്കെ ജീവൻ വെക്കുകയും നമ്മളെ കണ്ട് സ്വപ്നം കണ്ടതിനേക്കാൾ എത്രയോ മഹാനായ ഒരു വ്യക്തിയാണെന്ന് സ്വയം തിരിച്ചറിയുകയും ചെയ്തു. Green Lives Coaching and Training Solution. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ മാസ്റ്ററിയെ കുറിച്ചായിരുന്നു. പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ്, ഹാർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ് ആൻഡ് സോൾ സെറ്റ്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാം, ഹാർട്ടിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിജയത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിൻ്റെ തീവ്രതയാണ്. നമ്മളെ ചിന്തകളാണ് ആക്ച്വലി ഫീലിങ്സ് ആവുന്നത്, ഫീലിങ്സ് ആണ് ആക്ച്വലി ഫീലിങ്സ് ആണ് ആക്ഷൻ ആകുന്നത്, ആക്ഷനാണ് റിസൾട്ട്. ഇതാണ് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ തിയറി. നമ്മളുടെ ഓർഡിനറി ഡിസയറിനെ നമുക്ക് ബേണിംഗ് ഡിസയർ ആക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുള്ളൂ. എല്ലാ മഹാന്മാരും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരിക്കൽ സോക്രട്ടീസിനോട് ഒരു കുട്ടി ചോദിച്ചു, മഹാനായ സോക്രട്ടീസിനോട് ഒരിക്കൽ ഒരു പയ്യൻ ചോദിച്ചു, വിജയത്തിൻ്റെ രഹസ്യമൊന്ന് പറഞ്ഞു തരൂ. സോക്രട്ടീസ് പറഞ്ഞു, നാളെ അതിരാവിലെ നീ നദിക്കരയിലേക്ക് വാ. അങ്ങനെ ഈ കുട്ടി വിജയത്തിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി അതിരാവിലെ എണീറ്റ് നദിക്കരയിലേക്ക് ചെന്നു. സോക്രട്ടീസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ, എൻ്റെ കൂടെ വരൂ, വിജയത്തിൻ്റെ രഹസ്യം ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ സോക്രട്ടീസ് അവനുമായി പോയി. ആദ്യം അവനെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു, നദിയിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ മുട്ടോളം വെള്ളമായി. അവന് ചെറുതായി പേടി തോന്നി. കുറച്ചും കൂടി മുന്നോട്ട് പോയി. അങ്ങനെ ഏറെയറ്റം വെള്ളം വന്നു. പിന്നെ കുറച്ചും കൂടി സോക്രട്ടീസ് അവനെ മുന്നോട്ട് കൊണ്ടുപോയി. നെഞ്ചറ്റം വെള്ളമായി. അങ്ങനെ അവസാനം അവൻ്റെ കൈത്തറ്റം വെള്ളമായപ്പോൾ സോക്രട്ടീസ് അവൻ്റെ തല പിടിച്ച് വെള്ളത്തിൽ മുക്കുകയും അങ്ങനെ അവൻ ശ്വാസം കിട്ടാതെ അവൻ പെടയുന്ന സമയത്ത് അവന് മനസ്സിലായി ജീവൻ പോകുമെന്ന് കണ്ടപ്പോൾ അവൻ സർവ്വശക്തിയും എടുത്ത് സോക്രട്ടീസിൻ്റെ കയ്യിൽ നിന്ന് കുതറി ഓടി രക്ഷപ്പെട്ടപ്പോൾ മഹാനായ സോക്രട്ടീസ് ചോദിച്ചു, നിനക്ക് വിജയത്തിൻ്റെ രഹസ്യം മനസ്സിലായോ? നീ വെള്ളത്തിനടിയിലായപ്പോൾ നിനക്ക് എത്രമാത്രം വായു നീ ആഗ്രഹിച്ചുവോ, നീ വെള്ളത്തിനടിയിലായപ്പോൾ നീ എന്താണ് ഏറ്റവും കൂടുതൽ തീവ്രമായി ആഗ്രഹിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വെള്ളത്തിനടിയിലായപ്പോൾ ഏറ്റവും തീവ്രമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് വായുവാണ്. അപ്പോൾ അതിനെ എത്രമാത്രം നീ തീവ്രമായി ആഗ്രഹിച്ചുവോ അത്രമാത്രം തീവ്രത ഉണ്ടാവണമെന്നുള്ളതാണ് സോക്രട്ടീസ് ഈ ഒരു എക്സസൈസിലൂടെ ഈ പയ്യനെ പഠിപ്പിച്ചു കൊടുത്തത്. ഇത് തന്നെയാണ് ആൽക്കമിസ്റ്റ് പറഞ്ഞതും ആൽക്കമിസ്റ്റിൽ പൗലോ കൗലോ പറഞ്ഞത്, നമുക്ക് വിജയിക്കാൻ തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഈ ലോകം മൊത്തം നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നുള്ളതാണ്. അതുതന്നെയാണ് പതഞ്ജലി മഹർഷി 2500 BC പറഞ്ഞത്, when you are inspired by a thought or an extraordinary project, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസ്പിറേഷൻ വന്നാൽ, എന്തെങ്കിലും ഒരു ചിന്തയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാordinary പ്രോജക്റ്റിൽ നമുക്ക് ഇൻസ്പിറേഷൻ വന്നാൽ നമ്മുടെ എല്ലാ ചിന്തകളും കെട്ടുപൊട്ടിക്കുകയും നമ്മളെ മനസ്സ് അതിൻ്റെ പരിമിതികൾക്ക് അപ്പുറം എത്തിച്ചേരുകയും ചെയ്യും. നമ്മൾ ഉള്ളിൽ നിർജ്ജീവമായി കിടക്കുന്ന ശക്തികൾ, വാസനകൾ, ടാലൻസിനൊക്കെ ജീവൻ വെക്കുകയും നമ്മളെ കണ്ട് സ്വപ്നം കണ്ടതിനേക്കാൾ എത്രയോ മഹാനായ ഒരു വ്യക്തിയാണെന്ന് സ്വയം തിരിച്ചറിയുകയും ചെയ്തു. ഇത് തന്നെയാണ് റോബിൻ ശർമ്മ വളരെ ഷോർട്ടായിട്ട് വേറെ രീതിയിൽ പറയുന്നുണ്ട്, പീപ്പിൾ ഹു ഹാവ് അച്ചീവ്ഡ് ഗ്രേറ്റ് സക്സസ് ആർ നോട്ട് നെസസറിലി മോർ സ്കിൽഫുൾ ഓർ ഇൻ്റലിജൻറ്റ് ദാൻ അതേഴ്സ്. വാട്ട് സെപ്പറേറ്റ്സ് ദം ഈസ് ദർ ബേണിംഗ് ഡിസയർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ നോളജ്. ജീവിതത്തിൽ മഹത്തായ വിജയം കൈവരിച്ച ആളുകളൊന്നും മറ്റുള്ളവരെക്കാട്ടിൽ ബുദ്ധിയോ സ്കില്ലോ ഉള്ള ആളുകളായിരുന്നില്ല. മറിച്ച് അവരെ വിജയിക്കാൻ സഹായിച്ചത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, അവർ മറ്റുള്ളവരെ മാറ്റി നിർത്തിയ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, തീവ്രമായ ആഗ്രഹവും, രണ്ട്, വിജയിക്കാനുള്ള നോളജിനോടുള്ള അടങ്ങാത്ത ദാഹവുമാണ് നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, നമ്മളുടെ ചിന്തകളെ
നമ്മളെ ചിന്തകൾക്ക് തീവ്രത കൂടുമ്പോൾ, ആഗ്രഹത്തിൻ്റെ തീവ്രത കൂടുമ്പോൾ നമുക്ക് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിന് തീവ്രത കൂടും. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിന് തീവ്രത കൂടുമ്പോൾ നമ്മൾ മാസീവ് ആക്ഷൻ എടുക്കും. പലപ്പോഴും നമുക്ക് സക്സസ് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മാസീവ് ആക്ഷൻ എടുക്കാത്തതാണ്. നമ്മൾ ചിന്തകളുണ്ടാവും, ഫീലിങ്സ് ഉണ്ടാവും, പക്ഷേ നമ്മൾ സ്മോൾ ആക്ഷൻ എടുക്കും. സ്മോൾ ആക്ഷൻ എടുക്കുമ്പോൾ സ്മോൾ റിസൾട്ടാണ് കിട്ടുക. മാസീവ് ആക്ഷൻ എടുക്കുമ്പോഴാണ് മാസീവ് റിസൾട്ട് കിട്ടുക. മാസീവ് ആക്ഷനിൽ നിന്നാണ് മാസീവ് റിസൾട്ട് ഉണ്ടാവുക. Green Lives Coaching and Training Solution.